പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിൽ സമവായത്തിന് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും തയ്യാറെന്നാണ് സർക്കാർ നിലപാട്. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. എന്നാൽ പാർലമെന്റിലും പുറത്തും ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് ചർച്ചകൾ സജീവം. തീരുമാനം നടപ്പാക്കണമെങ്കിൽ 18 ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾക്ക് പാർലമെന്റും പകുതി സംസ്ഥാന നിയമസഭകളും അനുമതി നൽകണം. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനയുടെ 83-ാം അനുച്ഛേദവും നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുന്ന 172-ാം അനുച്ഛേദവും ഭേദഗതി ചെയ്യണമെന്നാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശ. ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ 368-ാം അനുച്ഛേദം അനുസരിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിനൊപ്പം സഭയിൽ സന്നിഹിതരായ 2/3 അംഗങ്ങളുടെ പിന്തുണയും ആവശ്യമാണ്. 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ ലോക്സഭയിൽ 100-ൽ കൂടുതൽ അംഗങ്ങൾ ഹാജരാകാതിരിക്കുകയോ NDA ഇതര കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയോ വേണം. ഇത് മുന്നിൽ കണ്ടാണ് സമവായത്തിനുള്ള സർക്കാർ നീക്കം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവരെ മറ്റു പാർട്ടികളുമായി ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തി. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് നീക്കമെന്ന് BJP ആവർത്തിച്ചു. वन नेशन वन इलेक्शन देश के हित में है, वोटर्स के हित में है, खर्चा कम होगा, वोटर्स को सहूलियत होगी. എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർക്കുമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന RSSന്റെ സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിത്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ചരമഗീതം എഴുതുകയാണ് ഈ തീരുമാനത്തിലൂടെ. സമാന നിലപാടുള്ള സംഘടനകളുമായി ഒറ്റ തെരഞ്ഞെടുപ്പ് നയത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് DYFIയും വ്യക്തമാക്കി. 24 ഡൽഹി.